നിങ്ങൾ ശിവനെ ഗുരുവാക്കാൻ തീരുമാനിച്ചുവോ? കമന്റ് ബോക്സിൽ എഴുതുക. മഹാദേവ, ഞാൻ അങ്ങയെ എന്റെ ഗുരുവായി സ്വീകരിക്കുന്നു. എന്നെ ഒരു ശിഷ്യനായി സ്വീകരിക്കണമേ. സുഹൃത്തുക്കളെ, ഇന്നത്തെ കാലത്ത് മിക്ക ഗുരുക്കന്മാരും അവരുടെ ശിഷ്യന്മാർക്ക് വ്യക്തിപരമായി നേരിട്ട് കാണാൻ പോലും സാധിക്കാത്തവരായി മാറിയിരിക്കുന്നു. ഇത് വളരെ അനർത്ഥകാരിയാണ്. കാരണം അത്തരം ശിഷ്യന്മാർ ജീവിതകാലം മുഴുവൻ ഗുരുവിനെ കാണാൻ കൊതിക്കുകയും തങ്ങളുടെ സംശയങ്ങളുമായി അലയുകയും ചെയ്യുന്നു. ഗുരുവിനെ സ്വീകരിക്കുന്നത് അലച്ചിൽ അവസാനിപ്പിക്കാനാണല്ലാതെ അത് വർദ്ധിപ്പിക്കാനല്ല. ജീവിതത്തിലെ അലച്ചിലുകൾ അവസാനിപ്പിക്കാൻ ശിവനേക്കാൾ മികച്ച മറ്റൊരു ഗുരുവില്ല. സമാധാനപൂർണമായ ജീവിതത്തിനായി ശിവനെ ഗുരുവായി സ്വീകരിക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാനും പ്രശ്നപരിഹാരത്തിനും ആഗ്രഹപൂർത്തീകരണത്തിനും ദേവദൂതന്മാരുടെ സഹായത്തിനും ഈ വിദ്യ നിങ്ങൾക്കും പിന്തുടരാം. ശിവനെ എങ്ങനെ ഗുരുവായി സ്വീകരിക്കണം എന്ന് പല സാധകരും ചോദിച്ചിട്ടുണ്ട്. ഇതിനായി എവിടെ പോകണം, ആരെ കാണണം, ആരെ പിന്തുടരണം എന്ന് അവർക്കറിയണം. ശിവനെ ഗുരുവായി സ്വീകരിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചും ചിലർ ചോദിച്ചു. ശിവൻ എല്ലാവരുടേതുമാണ്, എല്ലാവരും അദ്ദേഹത്തിന്റേതുമാണ്. അദ്ദേഹത്തെ കണ്ടെത്താൻ എവിടെയും പോകേണ്ടതില്ല, നേരിട്ട് കാണേണ്ടതിൽ, പിന്തുടരേണ്ടതില്ല. എന്നെപ്പോലും ഒരു ശിവശിഷ്യൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഗുരുഭായിയോ ഗുരു സഹോദരിയോ മാത്രമാണ്. എനിക്ക് ലഭിച്ച അറിവനുസരിച്ച് വീട്ടിലിരുന്ന് തന്നെ ശിവനെ ഗുരുവായി സ്വീകരിക്കുന്ന വിദ്യ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുവഴി നിങ്ങൾക്ക് ശിവനെ കണ്ടെത്താനും നിങ്ങളുടെ ചോദ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം തേടാനും സാധിക്കും. ശിവനെ ഗുരുവായി സ്വീകരിക്കേണ്ടത് എന്തിനാണ്? ഗുരുവിന്റെ പോസിറ്റീവ് ഊർജം സ്വീകരിച്ച് ഈ ലോകവും പരലോകവും നന്നാക്കാനാണ്. ശിവനേക്കാൾ വലിയ പോസിറ്റീവ് ഊർജം മറ്റെങ്ങുമില്ല. ഗുരുവായി അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിലൂടെ ഈ ലോകത്തിലെ സുഖങ്ങൾ അനുഭവിച്ച് മോക്ഷത്തിലേക്കെത്താൻ എളുപ്പമാകും. വീട്ടിലിരുന്ന് ശിവനെ ഗുരുവായി സ്വീകരിക്കുന്ന വിധി: വൃത്തിയുള്ള ഒരിടത്ത് ശാന്തമായിരിക്കുക. സൗകര്യത്തിനായി കസേരയിലോ സോഫയിലോ ഇരിക്കാം. ശിവനോട് ഇപ്രകാരം പറയുക: ദേവാദിദേവനായ മഹാദേവനും ഗുരുക്കളുടെ ഗുരുവുമായ ഭഗവാൻ ശിവന് എന്റെ പ്രണാമം. പ്രപഞ്ചത്തോട് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് നൽകി എന്നെ ദോഷമുക്തനാക്കണമേ. എന്റെ അനാഹത ചക്രത്തിൽ ശിവ ആശ്രമമായി മാറി അവിടെ എപ്പോഴും വസിക്കണമേ. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കേന്ദ്രമായ അനാഹത ചക്രത്തിൽ ശിവശക്തികൾ വസിക്കുന്നു. ഇത് മനസ്സിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ പ്രാപ്തമാണ്. തുടർന്ന് ശിവനോട് പറയുക: ഞാൻ അങ്ങയെ എന്റെ ഗുരുവായി സ്വീകരിക്കുന്നു. എന്നെ ഒരു ശിഷ്യനായി സ്വീകരിക്കണമേ. എന്റെ ജീവിതത്തിൽ കുടികൊള്ളുകയും എനിക്ക് ശിവജ്ഞാനം നൽകുകയും ചെയ്യണമേ. ഈ വാചകം 3 തവണ ആവർത്തിക്കുക. ശേഷം പറയുക: എന്നെ ശിഷ്യനായി സ്വീകരിച്ചതിന് നന്ദി. അങ്ങയെ സാക്ഷിയാക്കി ഞാനിത് അന്തരീക്ഷത്തോട് പ്രഖ്യാപിക്കുന്നു. അതുവഴി അവിടുത്തെ ശക്തികൾ എന്നെ ശിവശിഷ്യനായി തിരിച്ചറിയട്ടെ. എന്നിട്ട് 2 കൈകളും ഉയർത്തി പ്രഖ്യാപിക്കുക: ശിവൻ എന്റെ ഗുരുവാൻ, ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. 3 തവണ. ഈ വിധി ജീവിതത്തിൽ 1 തവണ മാത്രം ചെയ്താൽ മതി. ഒരു ഗുരു ചെവിയിൽ മന്ത്രം ഓതിത്തരുന്നത് പോലെയാണിത്തത്. വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. അതിനുശേഷം ദിവസവും ശിവനോട് ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കുക. രാമനാമമെന്ന ഗുരുദക്ഷിണ: ഭഗവാൻ ശിവന് രാമനാമം വളരെ പ്രിയപ്പെട്ടതാണ്. അദ്ദേഹം എപ്പോഴും രാമനാമം ചിന്തിച്ചുകൊണ്ടിരിക്കും. അതിനാൽ ഗുരുദക്ഷിണയായി ദിവസവും 10 മിനിറ്റ് രാമനാമം അദ്ദേഹത്തെ കേൾപ്പിക്കുക. എന്റെ ഗുരുദേവ, അങ്ങയെ സാക്ഷിയാക്കി ഞാൻ ഗുരുദക്ഷിണയായി രാമനാമം കേൾപ്പിക്കുന്നു. എന്റെ മനസ്സാകുന്ന മന്ദിരത്തിൽ ഇരുന്നുകൊണ്ട് ഇത് കേൾക്കുകയും എനിക്ക് ജ്ഞാനം നൽകുകയും ചെയ്യണമേ എന്ന് പറഞ്ഞ് 10 മിനിറ്റ് മനസ്സിൽ രാം രാം എന്ന് ജപിക്കുക. ശിവശിഷ്യന്റെ നിയമങ്ങൾ: ശിവൻ ഒരു ഭോലാ ഭണ്ഡാരിയാണ്. അദ്ദേഹം ആർക്കും മേൽ കഠിനമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാറില്ല. തെറ്റുകൾ സംഭവിച്ചാൽ പോലും ശിക്ഷിക്കുന്നതിന് പകരം തിരുത്താൻ അവസരം നൽകുന്നു. തന്റെ ശിഷ്യന്മാർ ആർക്കും ഒരു ദുഃഖത്തിനും കാരണമാകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതിനാൽ 2 കാര്യങ്ങൾ പാലിക്കുക. 1. മറ്റുള്ളവരെ വിമർശിക്കരുത്. 2. അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാൻ: ശിവനോട് ചോദിക്കുന്ന ഒരു ചോദ്യവും ഉത്തരമില്ലാതെ പോകാറില്ല. ശരിയായ സമയത്ത് നേരിട്ടോ അല്ലാതെയോ ഉത്തരം ലഭിക്കും. ഇതിനായി ശാന്തമായി ഇരിക്കുക. 16 തവണ ദീർഘശ്വാസമെടുക്കുക. എന്നിട്ട് ശിവനോട് വണങ്ങി നിങ്ങളുടെ ചോദ്യം വ്യക്തമായി ചോദിക്കുക. ഒരു ചോദ്യത്തിൽ പല ചോദ്യങ്ങൾ ഉൾപ്പെടുത്തരുത്. ഉത്തരം ലഭിക്കാൻ തിരക്ക് കൂട്ടരുച്ചാന്തമായി കാത്തിരിക്കുക.
ഇതുപോലെ തന്നെ ആഗ്രഹങ്ങൾക്കും പ്രശ്നപരിഹാരത്തിനും 16 തവണ ദീർഘശ്വാസം എടുത്ത് ശിവനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. പൂർണ്ണ വിശ്വാസത്തോടെ കാത്തിരുന്നാൽ ശിവൻ വഴി കാട്ടിത്തരും. നിങ്ങൾ ശിവനെ ഗുരുവാക്കാൻ ഉറപ്പായും തീരുമാനിച്ചുവെങ്കിൽ യൂണിവേഴ്സിനോട് പറയുന്ന ഒരു സ്റ്റാമ്പ് പോലെ കമന്റ് ബോക്സിൽ എഴുതുക: എന്നെ ശിഷ്യനായി സ്വീകരിച്ചതിന് നന്ദി. അങ്ങയെ സാക്ഷിയാക്കി ഞാനിത് അന്തരീക്ഷത്തോട് പ്രഖ്യാപിക്കുന്നു. അതുവഴി അവിടുത്തെ ശക്തികൾ എന്നെ ശിവശിഷ്യനായി തിരിച്ചറിയട്ടെ. ശിവൻ എന്റെ ഗുരുവാൻ, ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്.